സക്സഷൻ പഠിക്കാൻ ഏറ്റവും നല്ല സിനിമ രാജമാണിക്യം. ഇതെന്റെ തീരുമാനം. എന്റെ പേരിലുള്ള മണ്ണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നു. അത് നിങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ല. അതൊന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. അത് ശരിക്കും ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരു ട്രസ്റ്റായിരുന്നു, പക്ഷെ അത് വില്ലിൽ കൂടി വന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളി കൊണ്ടുവന്നത് പവർഫട്ടോടി. അപ്പോൾ ഇന്ത്യയിൽ ബേസിക്കലി ഈ സക്സഷൻ ലോ എല്ലാവർക്കും ഒരുപോലെ അല്ല. ഒരിക്കലും അല്ല. ആഫ്റ്റർ എ മാരേജ് യു എനിത്തിങ് യു സൈൻ ഫോർ യുവർ പാരൻസ്, ഫോർ യുവർ സിബ്ലിങ്സ്, യു നീഡ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. സാറിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വില്ല് എഴുതാൻ പറ്റിയ ഒരു ആക്ച്വൽ ഏജ് എന്തെങ്കിലും ഉണ്ടോ? സക്സഷൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു വൺ സിംഗിൾ തമ്പ് റൂൾ എന്തായിരിക്കും? അവർക്കൊരു 40 years ഒക്കെ ആകുമ്പോഴേ അവർക്ക് കിട്ടാൻ പാടൂ എന്ന് ബില്ലിൽ എഴുതി വയ്ക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഇന്ത്യയിലും 2-2.5 ലക്ഷം കോടി രൂപ അൺക്ലെയിംഡ് ആണ്. ഈ കോൺഫ്ലിക്റ്റ് വരും എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കില്ല. നാളെ ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ബ്രദേഴ്സ് തമ്മിൽ ഫൈറ്റ്, സിബ്ലിങ്സ് തമ്മിൽ ഫൈറ്റ് എന്ന് പറയുമ്പം ഇത് കണ്ടു നിൽക്കുന്നത് അമ്മയാണ്. 50 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ബില്ലെഴുതണം. അവരുടെ വൈഫും ബില്ലെഴുതണം. ഒരു 10 വർഷം കഴിഞ്ഞാൽ വന്നിട്ട് ഇതൊരു മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യും. നമസ്കാരം. നമ്മുടെ ലൈഫിലെ ഒരു ദിവസം നമ്മൾ നോക്കിയാൽ അതിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അതൊരു പക്ഷേ ഒരു മാസമോ ഒരു വർഷമോ ഒരു 10 വർഷമോ എടുത്താൽ അതിനുള്ളിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ സംസാരിക്കാൻ ആവശ്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സക്സഷൻ പ്ലാനിങ്. നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു, അതുവഴി അസറ്റ്സും പ്രോപ്പർട്ടീസും എല്ലാം വാങ്ങുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു, ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉണരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു, അലാം എല്ലാം സെറ്റ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത്. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ സമ്പാദിച്ച ഈ പണം, അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം ആർക്കാണ് കിട്ടുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും നമ്മളൊരു ധാരണയുടെ പുറത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അതായത് ഞാൻ ഇത് എൻ്റെ അസറ്റ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെല്ലാം എൻ്റെ വൈഫിനെയും മക്കളെയെല്ലാം ഞാൻ നോമിനേറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതെല്ലാം അവർക്ക് തന്നെ ആയിരിക്കും കിട്ടുക എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെയും കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ ധാരണ യഥാർത്ഥത്തിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഈ ധാരണ ഒട്ടും തന്നെ ശരിയല്ല എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ വിഷയത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള സീനിയർ സക്സഷൻ സ്ട്രാറ്റജിസ്റ്റ് മിസ്റ്റർ ശ്രീജിത്ത് കുനിയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. ഞാൻ സക്സഷൻ പ്ലാനിങ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇതിൽ ടോപ്പിക്കിലേക്ക്, ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് സ്പെഷ്യലായിട്ട് ചോദിക്കാൻ ചില കാര്യങ്ങൾ. സാർ ഒരു സക്സഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ ഇത്തരം കേസുകൾ ഒരുപാട് സാറ് ഡീൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം? എന്താണ് സാറിനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്? ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുഴുവനും ടാക്സേഷനിലാണ്. ടാക്സ്, റെഗുലേറ്ററി ലോ, ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ, അങ്ങനെ നിയമങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് മൾട്ടിപ്പിൾ വെഞ്ചേഴ്സിൽ ഞാൻ ഈ ഓൺട്രപ്രണേഴ്സിൻ്റെ കൂടെയും NRIസിൻ്റെ കൂടെയും കുറേ ട്രാവൽ ചെയ്തപ്പം എനിക്കൊരു 2020 കോവിഡ് സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത് ഖത്തറിൽ നിന്ന്. ആ ഒരു കുട്ടി എന്നോട് വിളിച്ച്, നോർത്ത് ഇന്ത്യനാണ്, എനിക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് ഉണ്ട് പ്രവാസി ടാക്സിൽ, NRI. അപ്പോൾ ആൾ പറഞ്ഞു, സാർ എൻ്റെ ഫാദർ മരിച്ചു, അപ്പോൾ അത്യാവശ്യം നല്ല റിച്ചാണ്, ഓക്കെ, ഖത്തറിൽ വലിയൊരു വില്ലയിലൊക്കെ താമസിക്കുന്ന ഒറ്റ മകളാണ്. ഫാദറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, ഓക്കെ, നമ്മൾ നല്ല റിച്ചാണ്. അപ്പോൾ അച്ഛന് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന് ആൾക്കറിയില്ല ഈ ഫാദറിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാനും ആധാറുണ്ട്, അതുവഴി നമുക്ക് അറിയാൻ പറ്റുമോ ഇന്ത്യയിൽ എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന്. അപ്പോൾ അന്ന് എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വെച്ചു അത് വളരെ കുറച്ചും കൂടി ഈസി പ്രോസസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ പുറകെ ഞാൻ പോയി ഈ പാനും ആധാറും വെച്ച്. അപ്പോഴാണ് മനസ്സിലായത് ഒരു നോർമൽ ഒരു ഇന്ത്യൻ സിറ്റിസന് അയാളുടെ പാനും ആധാറും വെച്ച് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫിനും മക്കൾക്കും ഇയാൾക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഞാൻ പറയുന്നത് ഇപ്പം ഉദ്ഗം പോർട്ടലൊക്കെ ഗവൺമെൻറ് വന്നു. നമ്മൾ 2026 സംസാരിക്കുമ്പോൾ ഞാൻ 2020 അതൊരു വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത് ഓൾമോസ്റ്റ് ഇന്ത്യയിലും 2-2.5 ലക്ഷം കോടി രൂപ അൺക്ലെയിംഡ് ആണ്. 2-2.5 ലക്ഷം കോടി.
ഡെപ്പോസിറ്റ്സ് ആയിട്ടും ഷെയർസ് ആയിട്ടും മ്യൂച്വൽ ഫണ്ടായിട്ടും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടും ഇതെല്ലാം അൺക്ലെയിംഡ് ആണ്. ഈ അൺക്ലെയിംഡ് ആകാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മകൾക്കും വൈഫിനും അറിയില്ല അച്ഛൻ്റെ പേരിലോ ഭർത്താവിൻ്റെ പേരിലോ ഇതുപോലെ ഡെപ്പോസിറ്റുകളൊക്കെ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാവുക ഈ പറയുന്ന സക്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ പല ആൾക്കാരുടെയും ഒരു മിത്താണ്. അതായത് എനിക്ക് ശേഷം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോകും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു തെറ്റിദ്ധാരണയിൽ പല ആൾക്കാരും ഇങ്ങനെ സ്വത്തുക്കൾ ഇങ്ങനെ കൂട്ടിക്കൂടുകയാണ്. ഇതൊന്നും അവരുടെ റൈറ്റ് ഓഡിയൻസിലേക്ക് അത് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നതാണ് സത്യം. പല കേസുകളിലും നമ്മൾ കാണുന്നത് ഈ ഓൾഡ് ജനറേഷനിലെ ആൾക്കാർ പലപ്പോഴും ആണുങ്ങൾ അവരുടെ സ്വത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇത് ഫാമിലിയെ അറിയിക്കുന്നില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ന്യൂ ജനറേഷൻ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവർ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള ആക്ച്വൽ പൊട്ടൻഷ്യൽ റിസ്ക് എന്താണെന്ന് അറിയോ ഈ ഒരു കാര്യത്തിൽ? ട്രാൻസ്പെറൻ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള മേജർ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്വത്ത് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് പോകണമെന്നില്ല. ഓക്കെ, ഈ പോകുന്ന പ്രോസസ്സിൽ നല്ല രീതിയിൽ ഡിലേ സംഭവിക്കും. ഡിലേ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ വിചാരിക്കും നമ്മളിന്ന് മരിച്ചു, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത ദിവസം എൻ്റെ വൈഫിനും മക്കൾക്കും ഇത് കിട്ടും എന്നുള്ളതൊരു തോന്നലാണ്. ഇത് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത മാസം എന്നുള്ളത് ചിലപ്പം 25 വർഷവും 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുക. കാരണം അവിടെ ഡിലേ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഒന്ന് അവർക്കറിയില്ല, അന്ന് അവർക്ക് കിട്ടുമെന്ന ധാരണയിൽ വേറെ മറ്റുള്ള ആൾക്കാർ അതിന് ക്ലെയിമായിട്ട് വരാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, പിന്നെ ഒരിക്കലും നമുക്കൊരു ഫാമിലി ഹാർമണി വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വന്നിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് വരും. പല ആൾക്കാരും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് ഒന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ നഷ്ടപ്പെടും എന്നുള്ളത് ഒരു ഫീലുണ്ട്. പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ അടി ഉണ്ടാകുമെന്നുള്ളത് വേറൊരു കാരണമുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് വരും എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണ. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് വരും എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കില്ല, നാളെ ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പക്ഷേ അന്ന് കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഈ സംസാരിക്കേണ്ട വ്യക്തി ഉണ്ടാവില്ല ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അൺക്ലെയിംഡ് അസറ്റ്സിന് എന്താണ് പിന്നീട് സംഭവിക്കുക? അൺക്ലെയിംഡ് അസറ്റ്സിന് കൂടുതലും നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അൺക്ലെയിംഡ്. അൺക്ലെയിംഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, ഡിവിഡൻഡ്, ഷെയർസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഇതൊക്കെയാണ് അൺക്ലെയിംഡ്. ഡെപ്പോസിറ്റ്സ് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിന് ഒരു ഫണ്ടുണ്ട്. ഓക്കെ, ഡെപ്പോസിറ്റേഴ്സ് അവയർനെസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം എന്താ ചാരിറ്റബിൾ ഫണ്ടാണ്. മനസ്സിലായി? അതായത് ഇത്രയും എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് ഡൊണേഷനായിട്ടാണ്. ദി ഹോൾ മണി വിൽ ഗോസ് എ ഡൊണേഷൻ ടു ദ ഗവൺമെൻറ്. എന്നിട്ട് എന്താ അവന് പറയാം, അവർ നാളെ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സും KYCയും നിങ്ങളെ പ്രൂഫൊക്കെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമ്മൾ തരാമെന്ന്. ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഡെപ്പോസിറ്റ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 78,000 കോടിയാണ് അൺക്ലെയിംഡ് മണി, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ്. ഇതിന് വലിയ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ എനിക്കിപ്പോഴും ഉള്ള ഒരു ഡൗട്ട്, ഇപ്പോൾ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം അൺക്ലെയിംഡ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ വൈഫിനെയോ മക്കളെയോ ആരെങ്കിലും നമ്മളിത് എടുക്കുന്ന സമയത്ത് നോമിനീസായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി മതിയാവില്ലേ? ഒരുവിധം എല്ലാവരുടെയും സക്സഷൻ എന്ന് പറയുന്നത് നോമിനേഷനാണ്. ഞാൻ എവിടെയൊക്കെയാണോ അസറ്റ് എവിടെയൊക്കെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെയൊക്കെ വന്നിട്ട് എൻ്റെ വൈഫിനെയും മകനെയും മകളെയും എല്ലാവരും ഞാൻ നോമിനിയായിട്ട് ഇടുന്നു. അവരാണ് അതിൻ്റെ സക്സസർ. നോമിനി ഒരു ലീഗൽ സക്സസർ അല്ല, നോമിനി ഓൺലി എ കസ്റ്റോഡിയൻ. മനസ്സിലായി? അതായത് നമുക്ക് ശേഷം നമുക്ക് ആരെയാണ് നമ്മൾ നോമിനേറ്റ് വെക്കുന്നത്, ഞാൻ ചെയ്യേണ്ട കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ ഞാൻ ഏൽപ്പിക്കുന്നു, അയാൾ അതുപോലെ എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എൻ്റെ നോമിനിയാണ് അദ്ദേഹം. അപ്പോൾ ആ നോമിനി എന്ന് പറയുന്ന ഒരിക്കലും ലീഗൽ എയർ അല്ല. ആ നോമിനി ഈ എമൗണ്ട് വാങ്ങി മറ്റുള്ളവർക്ക് അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ലീഗൽ എയർനെസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബേസിക്കലി ഈ സക്സഷനിലോ എല്ലാവർക്കും ഒരുപോലെ അല്ല? ഒരിക്കലും അല്ല, ഓരോരുത്തർക്കും. അതെങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ കാറ്റഗറൈസേഷൻ അതിൻ്റെ ഇത് വരുന്നത്? സോ എഗെയിൻ കം ടു ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഒരു ഫാമിലി എന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ബീങ് എ ഹിന്ദു, ഞാൻ പല വീഡിയോയിലും പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഐ എം റിപ്പീറ്റിംഗ് അഗെയിൻ. ബീങ് എ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്. ഓക്കെ, ആ ആക്ട് പ്രകാരമാണ് ഒരാളുടെ ഇൻഹെറിറ്റൻസ് നടക്കുന്നത് അദ്ദേഹം വില്ല് എഴുതാതെ മരിക്കുകയാണെങ്കിൽ. അതിനെ നമ്മൾ പറയുന്നത് ഇൻറ്റർസ്റ്റേറ്റ് ഡെത്ത് എന്നാണ്. ഒരാൾ വില്ല് എഴുതാതെ മരിക്കുമ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് ഡെത്ത് എന്നാണ് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യ
മകൻ, മകൾ പാരൻസ് ഉണ്ടെങ്കിൽ, ഒരു ഹിന്ദു മരിക്കുകയാണെങ്കിൽ മകൾക്കും മകനും വൈഫിനും അയാളുടെ അമ്മയ്ക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. അച്ഛൻ ലീഗൽ എയർ അല്ല. ഒരു ഹിന്ദുവിന് അച്ഛൻ ലീഗൽ എയർ അല്ല. അമ്മയും വൈഫും മകനും മകളും ലീഗൽ എയർ ആണ്. ഒരു മകനാണെങ്കിൽ ഒരു മകളാണെങ്കിൽ ടെക്നിക്കലി 3 പേരും ഈക്വൽ 33, 33, 33. 4 പേരാണെങ്കിൽ 25, 25, 25, 25. അതായത് ഒരു വൈഫും അമ്മയും ഈക്വലാണ് ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം. ഇത് മരിച്ച ആളുടെ അമ്മ. ഒരുപാട് ഭാര്യമാർക്ക് അറിയില്ല. നമ്മുടെ സൊസൈറ്റിയിലെ ഒരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വില്ലെന്ന് കേൾക്കുന്ന ഒരു നെഗറ്റീവ് വൈബാണ് അവർക്ക് കിട്ടുന്നത്. അതായത് അവരത് നാച്ചുറലി അത് മരണമായിട്ട് അല്ലെങ്കിൽ അതാണ് ലിങ്ക് ചെയ്യുന്നത്. 40, 45 ആ ഒരു ഏജിലുള്ള ആൾക്കാരും വില്ലിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദം അവർ ഇതൊരു പിന്നീടത്തേക്കുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ അവർ വിട്ടുകളയുന്നൊരു കാര്യമാണ്. ഞാൻ നാളെ വില്ല് എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ വൈഫാണ് ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഈ വില്ല് എഴുതിയിട്ട് അവിടെ കാശിക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അത്രയും യങ് ഏജിൽ ആരും വില്ല് എഴുതില്ല എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വില്ല് എഴുതാൻ പറ്റിയ ഒരു ആക്ച്വൽ ഏജ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്താണത്? വില്ല് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം. ഇല്ലാത്തവർ എഴുതിയിട്ട് ആവശ്യമില്ല. എനിക്കൊന്നും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ ടെക്നിക്കലി നമ്മളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആവശ്യത്തിനുള്ള കാര്യം തന്നെ എൻ്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ആരെയാണ് ഏൽപ്പിക്കാൻ പോണത്? അവരെ ബില്ല് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ബില്ലിനെ എപ്പോഴും ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇതിനെ വിൽപത്രം എന്ന് നമ്മൾ പറയുമ്പോഴത് കൂടെ തന്നെ അതിന് മരണപത്രം എന്ന് അല്ലേ, ലാസ്റ്റ് വില്ല്, മരണപത്രം, ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നി ഇത് എഴുതി കഴിഞ്ഞാൽ ഞാനുണ്ടാവില്ല എന്ന്. ഓക്കെ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണ ഉള്ളൊരു സാധനമാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ്. ലാസ്റ്റ് വില്ല് എന്ന് പറഞ്ഞാൽ എപ്പോൾ എഴുതിയാലും ലാസ്റ്റ് വില്ലാണ്. അല്ല, എപ്പോഴാണോ നമ്മൾ അവസാനം എഴുതിയെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും എഴുതാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, എഴുതിയത് മാറ്റി എഴുതാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കതിന് ഓപ്ഷൻ നമുക്കുണ്ട്. എപ്പോഴാണോ അവസാനം എഴുതിയെന്നുള്ളതാണ്. ഒരാൾ ഐഡിയലി ഒരു ഏജ് എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും പറയും 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ബില്ല് എഴുതണം. 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ബില്ല് എഴുതണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുള്ള. പല ആൾക്കാരും എന്നോട് ഒരുപാട് ക്ലയൻറ്റ് സംസാരിക്കുമ്പം ഞാൻ പറയും ബില്ല് എഴുതണം. അപ്പം പറയും ബില്ല് എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ഫാദറും അമ്മേനോടൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് പറയും. ഫാദറിനും മദറിനും ബില്ല് എഴുതണം എന്നുള്ളതാണ് പുള്ളിയുടെ ധാരണ. അവരാണ് എഴുതേണ്ടത്. അവരുടെ വയസ്സ് 70, 85 വയസ്സായിരിക്കും. ഇദ്ദേഹത്തിന് 55, 60 വയസ്സായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും ബില്ല് എഴുതണം ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനോട് ഒന്ന് എഴുതണം, അതിനെപ്പറ്റി ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ തോന്നിക്കുന്നത്, നമ്മളെക്കാട്ടും പ്രായമുള്ള ആൾക്കാരാണ് ആദ്യം മരിക്കുക അല്ലേ. അതും നിങ്ങൾ നോക്കിക്കോളൂ, നോർമൽ സിനാരിയോ ഒരു വീട്ടിൽ ബില്ല് എഴുതണം എന്ന് പറയുമ്പം ആദ്യം റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്നത് ഭർത്താവിനാണ്, ഹസ്ബൻഡിനാണ്. കാരണം എന്തുകൊണ്ടാണ്? ഹസ്ബൻഡാണ് പ്രായത്തിൽ മൂത്തത്, അദ്ദേഹമാണ് ആദ്യം മരിക്കുക. അതിനുശേഷമാണ് അതുകൊണ്ട് ഞാൻ പിന്നീട് ബില്ല് എഴുതിയാൽ മതി അല്ലേ. സീനിയോറിറ്റി വെച്ചിട്ട് ആൾക്കാർ മരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മളെക്കാട്ടും കൂടുതൽ പ്രായമുള്ള പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ അവർ തന്നെ ഇപ്പോഴും ഉണ്ട്, അവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ആയിട്ടില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും ഒരു ലൈഫ് മുന്നോട്ട് വന്നത്. അങ്ങനെ സക്സഷൻ പഠിക്കാൻ ഏറ്റവും നല്ല സിനിമ രാജമാണിക്യം. സക്സഷൻ എന്ന കോൺസെപ്റ്റ് പഠിക്കാൻ വളരെ നല്ല സിനിമ. അതിൽ എല്ലാം ഉണ്ട്. ട്രസ്റ്റ് ഉണ്ട്, വില്ലുണ്ട്, പവർ ഓഫ് അട്ടോർണി ഉണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വളരെ തെറ്റായ സ്ഥലങ്ങളിൽ തെറ്റായ രീതിയിൽ പറഞ്ഞതെന്ന് മാത്രമല്ല. ഇനി അതിനെപ്പറ്റി നമ്മൾ പറയണ്ട. അത് ശരിക്കും ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരു ട്രസ്റ്റായിരുന്നു. പക്ഷെ അത് വില്ലിൽ കൂടി വന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളി കൊണ്ടുവന്നത് പവർ ഓഫ് അട്ടോർണി. ഭയങ്കര ഒരു കോമഡി പടമാണ് അത്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി എലമെൻറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് മക്കൾക്കിടയിൽ ഒരു ഷോക്കും പിന്നീട് ഒരു ഡിസ്പ്യൂട്ടുമായി മാറിയത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഏർലിയർ ഡിസ്പ്യൂട്ടിലേക്ക് വഴിമാറാം. അതായത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അന്നേരമേ അടി കൊടുക്കാൻ ചാൻസ്. കാരണം അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ മക്കളെ അറിയുമായിരുന്നുള്ളൂ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ആൺകുട്ടിയും പെൺകുട്ടിയുടെയും സ്വഭാവം അദ്ദേഹം ജനിച്ച മുതൽ കാണുന്നുണ്ട്. അവർ തമ്മിൽ എത്രത്തോളം ഐക്യമുണ്ട്, അവരെത്രത്തോളം ഗ്രീഡി ആണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അത് കാണുമ്പോഴാണ് ആൾക്ക് മനസ്സിലായി ഞാൻ കൊടുത്ത സ്വത്ത് കൊടുത്തിട്ട് ഇവന്മാർ ഇപ്പം തന്നെ പുട്ടടിച്ച് തീർക്കും അല്ലേ. അപ്പോൾ ഇയാൾ നോട്ട് കോൺഫിഡൻ്റ് ഇല്ല, അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വേറൊരാളത് ഏൽപ്പിക്കുന്നത്.
റൈറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്യൂട്ടിലേക്ക് വഴിമാറും. അതായത് ഷോക്കിംഗ് ഒരു ഷോക്ക് വന്ന് പെട്ടെന്ന് ഇത്രയാണോ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്പ്യൂട്ടിലേക്ക് വഴിമാറും. ഇനി ഒരു പക്ഷേ ഫാദർ ഇത് ഏർലിയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മരിക്കുന്നതിന് മുമ്പ് വില്ല് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞാലും ഒരു ഡിസ്പ്യൂട്ട് സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് തമാശ. ഒരിക്കലും ഉണ്ടാവില്ല. അതായത് ഒരാൾക്കും ഇപ്പം ഇത്രയും അവർ ഉണ്ടായിരുന്നു അല്ലേ, ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആരാണെന്ന് അച്ഛൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ക്യാരക്ടർ ഫാദർ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ രണ്ട് മക്കളും ഒരിക്കലും തന്നെ ലീഗലി ക്ലെയിം ചെയ്തിട്ടില്ല. ഒരു ഫാദർ ജീവിച്ചിരിക്കുമ്പം ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ലീഗൽ ക്ലെയിം ഇല്ല, എനിക്കിത് തരൂ എന്ന്. കാരണം അത് അദ്ദേഹത്തിൻ്റെയാണ്, തന്നാൽ കൊള്ളാം അല്ലേ, എനിക്ക് ക്ലെയിമില്ല. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അവർക്ക് വരുന്നത് ലീഗൽ ക്ലെയിമാണ്, ലീഗൽ ഓണർഷിപ്പ് ക്ലെയിമാണ്. അതേസമയത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണ് വന്നിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഒരാൾക്കും സത്യം പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് തരുമ്പം ആർക്കും തന്നെ പറയില്ല എനിക്ക് കുറഞ്ഞു പോയി, എനിക്ക് കൂടിപ്പോയി. കാരണം തരുന്നത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പം അങ്ങനെയല്ലേ, ഒഫീഷ്യലി എനിക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല ലീഗലി. അപ്പോൾ വില്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ ഒരു പവർഫുൾ വെപ്പണാണ് ആക്ച്വലി ഫാദറിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും അദ്ദേഹം പ്രോപ്പറായിട്ട് വില്ല് എഴുതി അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു, ഇത് നിങ്ങളുടെയാണ്, ഇത് നിങ്ങളുടെയാണ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഓക്കെ ഇത് നിങ്ങൾക്കിപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അനുസരിക്കും. പിന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ്, അതിനൊരു പ്രായമുണ്ട്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സമയത്തൊരു പ്രായമുണ്ട്. ഐഡിയലി നമ്മുടെ മക്കൾക്ക് ഒരു 21-22 വയസ്സിലൊക്കെ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ ബിഫോർ മാരേജ്. കാരണം അവരുടെ എല്ലാവരുടെയും ആഫ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അവർ നമ്മുടെ മകൻ വേറൊരാളുടെ ഭർത്താവുന്നു, നമ്മുടെ മകൾ വേറൊരാളുടെ ഭാര്യയാവുന്നു അല്ലേ, അവരുടെ ഫാമിലി വലുതാവുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കോമൺ ആയിട്ടും ഒരു വൈഫ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഏത് ഡോക്യുമെൻറ്റിലും സൈൻ ചെയ്യും. ഹസ്ബൻഡ് പറയുന്ന ഏത് ഡോക്യുമെൻ്റ് ഒരു വൈഫ് സൈൻ ചെയ്യും. പക്ഷെ ഒരിക്കലും ആ വൈഫിൻ്റെ അച്ഛനുണ്ടല്ലോ, അയാൾ പറഞ്ഞ ഡോക്യുമെൻറ്റിൽ ആ വൈഫിൻ്റെ ബ്രദർ പറഞ്ഞ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യില്ല ആഫ്റ്റർ മാരേജ്. അവിടെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. ആർക്കാണ് നഷ്ടപ്പെടുന്നത്? ഈ മകൾക്ക് അച്ഛനോടും അമ്മയോടും ബ്രദറിനോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്ന ഡോക്യുമെൻറ്റിൽ ഇവർ സൈൻ ചെയ്യാത്തത് അല്ലേ. സോ ഇമാജിൻ ആരാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ്ഫുൾ അവിടെ? ഹസ്ബൻഡാണ് അല്ലേ. ഈ ഹസ്ബൻഡിനെ കണ്ട് ആകെ 2 വർഷം 3 വർഷം പരിചയം ഉണ്ടാവുള്ളൂ. 24 വർഷം കണ്ട അച്ഛനോട് നമുക്ക് ട്രസ്റ്റ് വരില്ല, 24 വർഷം കണ്ട അമ്മയോട് നമുക്ക് ട്രസ്റ്റ് വരില്ല അല്ലെ. നമ്മുടെ കൂടെ തന്നെ കളിച്ച് നടന്ന ചേട്ടനോടോ അനിയനോടോ നമുക്ക് ട്രസ്റ്റ് വരില്ല. 2-3 വർഷം കണ്ട ഹസ്ബൻഡിനോട് നമുക്ക് ട്രസ്റ്റ് വരുന്നു അല്ലേ. സോ സക്സഷൻ ഈസ് എ വെരി പവർഫുൾ കമ്മ്യൂണിക്കേഷൻ യു സപ്പോസ് ടു ഡു ബിഫോർ ദ മാരേജ്. ഈ നമ്മളിപ്പോൾ ഹിന്ദു ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു, ഇതേ ഒരു സിനാരിയോയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ റൂൾസ് വ്യത്യാസമുണ്ടോ? അതായത് ഈ വില്ല് എഴുതാത്ത കേസിൽ? യെസ് എല്ലാ റിലീജിയൻ പ്രകാരം ഫോർ എക്സാമ്പിൾ ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാരൻസ് ഉണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ പാരൻസിന് ഒന്നുമില്ല. ക്രിസ്ത്യൻ ഫാമിലിയിൽ ഇന്ത്യൻ സെക്ഷൻ ആക്ട് പ്രകാരം പാരൻസിന് അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല. ഓക്കെ. വൈഫിനുണ്ട് 33%, ബാലൻസ് 67% മകനും മകളും ഉണ്ടെങ്കിൽ ഈക്വലാണ്. എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഈക്വലാണ്. വൈഫിന് സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ്ഡ് ആയിട്ട് 33% ആണ്. ഇത് നമ്മൾ കാണുമ്പോഴേ ഇതിൻ്റെ എല്ലാം ഒരു ഡാമേജ് സംഭവിക്കുന്നത്, കോൺസിക്വൻസ് സംഭവിക്കുന്നത്, ഇത് ഒരു പെർഫെക്റ്റ് ഫാമിലി, അച്ഛനമ്മയുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട് അല്ലേ. ഇത് ഒരു പെർഫെക്റ്റ് ഫാമിലിയിൽ നിന്ന് ഫാമിലിയുടെ കോമ്പിനേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ സക്സഷൻ ലോസ് വിൽ ചേഞ്ച്. കോംപ്ലിക്കേഷൻസ് വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് മക്കളില്ലാത്ത സാഹചര്യം, ഒരു ഹസ്ബൻഡും വൈഫും ക്രിസ്ത്യൻ ഫാമിലി, മക്കളില്ല, വൈഫിന് കിട്ടുന്ന ആകെ 50% ആണ്. ബാലൻസ് 50% പോകുന്നത് മരിച്ച ആളുടെ സിബ്ലിങ്സിനാണ്. ഓക്കെ. മരിച്ച ആളുടെ സിബ്ലിങ്സിൻ്റെ സൈൻ ഓഫ് ഉണ്ടെങ്കിലും NOC ഉണ്ടെങ്കിലും മാത്രമേ പ്രോപ്പർട്ടി രജിസ്റ്റർ നടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സിബ്ലിങ്സ് ആരും പിക്ചറിൽ വരില്ല? ഇല്ലില്ല. മക്കളില്ലെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് നാച്ചുറൽ പിക്ചർ വരും. ഒരുവിധം ഞാൻ പറയും, മാൻഡേറ്ററി ആയിട്ട് പറയും, ക്രിസ്ത്യൻ കപ്പിൾസ് വിത്തൗട്ട് ചിൽഡ്രൻ റൈറ്റ് എ വിൽ മാൻഡേറ്ററി. ഇനിയിപ്പോൾ നമ്മളൊരു മുസ്ലിം ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോസ്റ്റ് ഓഫ് ദെയർ റൂൾസ് ആർ ഗവൺ ബൈ ഷറിയല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് വില്ല് എഴുതാൻ പറ്റുമോ? വില്ല് എഴുതുന്നതിന് തന്നെ എങ്ങനെയാണ് അവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരിക, അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ? അല്ല, മുസ്ലിം ഫാമിലിയിൽ മുസ്ലിംസിന് ശരിയ ലോ പ്രകാരം വില്ല് എഴുതാം. ഓക്കെ. അവരുടെ പ്രോപ്പർട്ടിയുടെ 1/3 നമുക്ക് വില്ല് എഴുതാം. 1/3 പറ്റും? 1/3 പറ്റത്തുള്ളൂ.
ആ 1/3 തന്നെ വില്ല് എഴുതുന്നത് എൻ്റെ ലീഗൽ എയറിനല്ല. ലീഗൽ എയർ അല്ലാത്ത ആൾക്കൊരാൾക്ക് വരുന്നുണ്ടെങ്കിൽ വില്ല് എഴുതാം. ലീഗൽ എയറിൻ്റെ മുകളിൽ ഞാൻ വില്ല് എഴുതുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ ലീഗൽ എയറുടെയും NOC വേണം, സമ്മതം വേണം. ആഫ്റ്റർ ദ ഡെത്ത് ഞാൻ വില്ല് എഴുതിയാൽ അന്നേരം കുഴപ്പമില്ല. അപ്പോൾ അത് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. മരിച്ചതിന് ശേഷം ആരും NOC ഒന്നും തരില്ല. നമുക്ക് തോന്നലാണ് തരും എന്നൊക്കെ, ആരും തരില്ല. ഞാനെപ്പോഴും പറയും, ഒരു ലോജിക്കലി പറയണം, ഒരു ഫാദർ ഈസ് എ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ എവറി ഫാമിലി. ഫാദർ ഉള്ള സമയത്ത് ദ ഹോൾ ബോഡി ലാംഗ്വേജ് ഓഫ് ദ ഫാമിലി ഈസ് ഡിഫറെൻറ്റ്. വൈഫ്, മക്കൾ, എല്ലാവരും. ദ മൊമെൻറ്റ് ഫാദർ മരണപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ, മേ ബി നെക്സ്റ്റ് വീക്ക്, the whole body language is different. The tone is different, the communication is different, the control is different, the influence is different, and the exposure is different. അതായത് നമ്മുടെ ആ ബോഡി ലാംഗ്വേജേ മാറും വിത്തൗട്ട് എ ഫാദർ. കാരണം ഫാദർ ആണ് ഏറ്റവും വലിയൊരു ബ്രിഡ്ജ്. അതൊരു വളരെ പവർഫുള്ളായിട്ട് ഞാൻ പറയാൻ കാരണം, മാരേജ് ആണ് എല്ലാ ഫാമിലിയിലും ആ ഒരു ബ്രിഡ്ജ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് എ ബ്രിഡ്ജ് between the other family and this family. The moment that the father മരിക്കുകയാണെങ്കിൽ ഈ വൈഫിനും മക്കൾക്കും ഈ ഫാദറിൻ്റെ ഫാമിലിയിലുള്ള ആ ബ്രിഡ്ജ് കട്ടായി. അതേപോലെ തന്നെ ഈ വൈഫ് മരിക്കുകയാണെങ്കിൽ ഈ ഫാദറിനും മക്കൾക്കുണ്ടല്ലോ ഈ വൈഫിൻ്റെ ഫാമിലി ആയിട്ടുള്ള ബ്രിഡ്ജ് കട്ടായി. ഇത് രണ്ടുപേരും കണക്ട് ചെയ്യുന്ന പോയിന്റ് ആ പറയുന്ന മാരേജാണ്. അപ്പോൾ എല്ലാവരും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് നിൽക്കുന്ന ആ ഇൻലോസ് ബന്ധം എന്ന് പറയുന്നതൊക്കെ വന്നിട്ട് ആ ബന്ധമുള്ളത് കൊണ്ടും മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ബന്ധമുണ്ടല്ലോ, പക്ഷെ ആ വ്യക്തിയെ ഇല്ലെങ്കിൽ ബന്ധമില്ല എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഡൈവേഴ്സ് ആകാം ഒരു സിറ്റുവേഷൻ, ഡൈവേഴ്സ് ആകാതെ തന്നെ ആ വ്യക്തി തന്നെ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിഫറെൻ്റ് ആണ്. യൂട്യൂബ് ചാനൽസ് വളരെയധികം പോപ്പുലറാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽസിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഫിക്സ്ഡ് ഇൻകം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഒരു പക്ഷേ അവരുടെ മരണശേഷമാണെങ്കിലും ഇവരുടെ ഒരു കണ്ടൻറ്റ് അവിടെ കിടക്കുന്നത് പിന്നീട് വൈറലാവുകയോ അതൊക്കെ ചെയ്താലും അവർക്ക് ആ വ്യൂവർഷിപ്പ് കൂടിയാലും അവർക്ക് ആ ഇൻകം വന്നുണ്ട്. അതിലിപ്പോൾ ഒരു ബുക്ക് എഴുതുന്നൊരു ആൾക്ക് റോയൽറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ ത്രൂ തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ വില്ലിൽ എഴുതണമെന്നാണോ പറയുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തും അസറ്റാണ്. അല്ലേ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തും അസറ്റാണ്. വാല്യൂ കൂടുന്ന എന്തും അസറ്റാണ്. ഇപ്പോൾ ഗോൾഡ് ഈസ് നോട്ട് ജനറേറ്റിംഗ് ഇൻകം. നോ, ഗോൾഡിൻ്റെ വാല്യൂ മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഷെയറിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡിവിഡൻഡ് കിട്ടും, അല്ല പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ റെൻറ്റ് കിട്ടും. ഗോൾഡ് വെച്ചുകൊണ്ട് വല്ലതും റിട്ടേൺ കിട്ടുമോ? ഇല്ല. ഗോൾഡ് നെവർ ജനറേറ്റ് ഇൻകം. ഇന്ന് വാങ്ങിച്ച ഗോൾഡ് ഒരു 2 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ കൂടി എനിക്ക് വിൽക്കാം. അതും അസറ്റാണ്. വാല്യൂ കൂടുന്നതും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്തും അസറ്റാണ്. വാല്യൂ, നിങ്ങളുടെ ഫോൺ ഒരു അസറ്റാണ്. എല്ലാ മാസവും ഫോണിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? എല്ലാ മാസവും ഫോണിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ കോൺടാക്റ്റുകൾ ആഡ് ചെയ്യുന്നു, അല്ലേ? പുതിയ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഇതെല്ലാം കോൺടാക്റ്റാണ്, അല്ലേ? ബിസിനസ് നടത്താൻ ചിന്തിച്ചിട്ടില്ല ഫോണിൻ്റെ കാര്യം. അല്ല, ഫോണിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു വർഷം മുമ്പിലുള്ള കോൺടാക്റ്റ് അല്ലല്ലോ ഈ വർഷമുള്ള കോൺടാക്റ്റ്. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അപ്പോൾ അത്രയും മാത്രം നമ്മുടെ കയ്യിൽ. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് വാട്സപ്പ് ഡിലീറ്റ് ചെയ്തോടെ. വൈ യു കീപ്പ് ഓൾ ദ വാട്സപ്പ് മെസ്സേജസ്? യു ബിലീവ് ആ വാട്സപ്പ് മെസ്സേജിന് എനിക്ക് ഫ്യൂച്ചറിലൊരു വാല്യൂ ഉണ്ട്, ആ ഇൻഫർമേഷൻ എനിക്കൊരു വാല്യൂ ഉണ്ട്. എവറിത്തിങ് ദർ ഇസ് എ വാല്യൂ ഓൺ യുവർ ഫോൺ, റൈറ്റ്? അതുകൊണ്ടാണല്ലോ യു ആർ കീപ്പിംഗ് ഇറ്റ്. ഇല്ല, ആദ്യം ഞാൻ ഡിലീറ്റ് ചെയ്യില്ലേ. ഇപ്പോൾ ഒരു ഫാദർ ഒരു 45 അല്ലെങ്കിൽ 50 ആകുമ്പോൾ ആളൊരു വില്ല് എഴുതാണ്. അപ്പോൾ ആ വില്ല് എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് ഇന്ന സ്വത്തൊക്കെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ ഇത് അവർക്കൊരു സർട്ടൻ ഏജ്, അവർക്കൊരു 40 years ഒക്കെ ആകുമ്പോഴേ അവർക്ക് കിട്ടാൻ പാടൂ എന്ന് വില്ലിൽ എഴുതി വയ്ക്കാൻ പറ്റും. വില്ലിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. വില്ലിൽ അങ്ങനെ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് എനിക്കിത്ര സ്വത്തുണ്ട്, ഇത് ആർക്ക് പോകുന്നു എന്നാണ്. ഓണർഷിപ്പ് ടൈറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അതിൻ്റെ സൊല്യൂഷനാണ് പ്രൈവറ്റ് ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈവറ്റ് ട്രസ്റ്റ്. അതാണ് പ്രൈവറ്റ് ട്രസ്റ്റ്. പ്രൈവറ്റ് ട്രസ്റ്റ് അതല്ല, പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ സൊല്യൂഷൻ അതാണ്. നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിക്ക് എപ്പോൾ കിട്ടണം, എങ്ങനെ കിട്ടണം എന്ന് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് ട്രസ്റ്റിലാണ്. വില്ലിൽ അത് സാധ്യമല്ല. അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല, ട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ് അതല്ല. ട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മിഥുൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലേ, ഫോർ എക്സാമ്പിൾ ഡെപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എനിത്തിങ്, മണി, ഷെയർ, ഗോൾഡ്. മിഥുൻ്റെ വൈഫും ഉണ്ട്, മക്കളുണ്ട്.
അല്ലേ? മിഥുൻ അത് അവരെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ? മിഥുൻ എന്നെ നല്ലോണം വിശ്വസിക്കുന്നു. എന്നോട് പറയാണ്, ശ്രീജിത്ത് ഇത് സൂക്ഷിച്ചോളൂ, ഇതെൻ്റെ ഡെപ്പോസിറ്റാണ്, ഇതെൻ്റെ റിയൽ എസ്റ്റേറ്റാണ്, എൻ്റെ അസറ്റാണ്, അതിനെക്കാട്ടും വലിയ അസറ്റാണ്, എൻ്റെ ഫാമിലി ഓൾസോ വലിയൊരു അസറ്റാണ്, അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ പോകേണ്ടത്. ഇറ്റ്സ് എ ലീഗൽ അറേഞ്ച്മെൻറ്റ്. ഒഫീഷ്യലി യു ആർ അപ്പോയിൻറ്റിങ് മീ ആസ് എ ട്രസ്റ്റി. റൈറ്റ്. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ അസറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യുവർ ബെനിഫിഷ്യറി. ഓക്കെ. മനസ്സിലാ? ഇത് സംതിങ് an arrangement, an agreement, and I am acknowledging, I will take, it's an obligation is on me അല്ലേ? റെസ്പോൺസിബിലിറ്റി തന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഓക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, വരുമാനം, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, അതെല്ലാം ഞാൻ മിഥുൻ്റെ ഫാമിലിക്ക് ഞാൻ കൊടുക്കുന്നു, മിഥുൻ പറയുന്ന രീതിയിൽ. എന്നിട്ട് പിന്നീട് മിഥുൻ പറയാണ്, എൻ്റെ മകന് ചിലപ്പം ഒരു 40 വയസ്സ് വരെ ശ്രീജിത്ത് നോക്കണം, അത് കഴിഞ്ഞിട്ട് ശ്രീജിത്ത് അവരെ ഏൽപ്പിച്ചോളൂ. അപ്പം ചിലപ്പം എൻ്റെ 40 വയസ്സില്ല, അവരുടെ 40 വയസ്സ് വരെ ഞാനിത് നോക്കി നടന്നു. എനിക്ക് പ്രായമായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി എനിക്ക് പകരം വേറൊരു ട്രസ്റ്റി ഇതിലേക്ക് വരുന്നു. സുരേഷോ മാത്യുവോ തോമസോ ആരെങ്കിലും വരുന്നു അല്ലേ? അവരും ഇത് ടേക്ക് കെയർ ചെയ്യുന്നു. എന്നിട്ട് അസറ്റ് 40 വയസ്സിൽ മിഥുൻ്റെ മകന് കൊടുക്കുന്നതാണ് ഒബ്ലിഗേഷൻ. കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ഡിസോൾവ് ആയി, റോള് കഴിഞ്ഞു. അന്ന് ചിലപ്പം ഞാനും ഉണ്ടാവില്ല, മിഥുനും ഉണ്ടാവില്ല. 40 വയസ്സിൽ മിഥുൻ്റെ പ്രോപ്പർട്ടി മിഥുൻ്റെ മകന് അവൻ്റെ 40ാമത്തെ വയസ്സ് കിട്ടുന്നു. ഈ 40 വയസ്സ് വരെ ആൾക്ക് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഞാൻ കൊടുക്കുന്നു. ഇതാണ് പ്രൈവറ്റ് ട്രസ്റ്റ്. ഞാൻ ഈ പറഞ്ഞത് ശ്രീജിത്ത് എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിളിനാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ തന്നെ ട്രസ്റ്റി ആവാം, നിങ്ങളുടെ വൈഫ് തന്നെ ട്രസ്റ്റി ആവാം, 18 വയസ്സിൽ നിങ്ങളുടെ മകൻ തന്നെ ട്രസ്റ്റി ആവാം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് അവർ സെപ്പറേറ്റഡായി, ഡിവോഴ്സ്ഡായി. സോ വൺസ് ഇത് ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിന്, ഐ മീൻ എക്സ് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ വൈഫിന് എന്തെങ്കിലും ക്ലെയിം കൊണ്ടുവരാൻ പറ്റുമോ? ഞാനെപ്പോഴും പറയും, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ പോകുന്ന സമയത്ത് പ്രാക്ടിക്കലി നിങ്ങൾ ആദ്യം കാണേണ്ടത് സക്സഷനാണ്. ആദ്യം ചെയ്യേണ്ടത് സക്സഷനാണ്. ഓക്കെ. കാരണം ആദ്യം നമ്മൾ പോകുന്നത് വക്കീലിനെ കാണാൻ പോവാം അല്ലേ? ഒരു ഡൈവേഴ്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ ആ സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആദ്യം ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഡൈവേഴ്സ് ആദ്യം പോയി കാണുന്നത് വക്കീലിനാണ്. റൈറ്റ് അല്ലേ? കുടുംബപതി പോകണമെങ്കിൽ വക്കീലിനാണ് ആദ്യം പോയി കാണാം അല്ലേ? അപ്പോൾ ഈ വക്കീലിനെ കാണുന്നതിനെക്കാട്ടും ആദ്യം നിങ്ങൾ പോയി ചെയ്യേണ്ടത് സക്സഷനാണ്. സക്സഷൻ കഴിഞ്ഞിട്ട് വേണം വക്കീലിനെ കാണാൻ. പിന്നീട് സക്സസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഡൈവേഴ്സ് കോണ്ടെക്സ്റ്റിൽ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ വരുന്ന അറ്റാച്ച്മെൻറ്റ് ഓൺ ദ പ്രോപ്പർട്ടിയാണ്, അലിമിനി ക്ലെയിമായിട്ട്. റൈറ്റ് റൈറ്റ് അല്ലേ? അന്നേരം പോയിട്ട് എനിക്ക് വില്ല് എഴുതാൻ പറ്റില്ല, എനിക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല അല്ലേ? അറ്റ്ലീസ്റ്റ് അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വില്ല് എഴുതാം. അതിന് മുമ്പ് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റിൽ കൊണ്ടിടാം. അപ്പോൾ അലിമിനി ക്ലെയിമും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഡൈവേഴ്സ് ഡിസ്പ്യൂട്ടിൽ ഒരിക്കലും നമ്മുടെ പ്രോപ്പർട്ടി ഒരിക്കലും ഇതിൻ്റെ കേസിൻ്റെ ഭാഗമാവില്ല. വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ് ലിവ് ഇൻ റിലേഷൻഷിപ്സ്. ഓക്കെ. അപ്പോൾ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്സിൽ അവിടെ ഐഡിയലി ഒരു മാരേജ് സംഭവിക്കുന്നില്ല. ഒരു സ്ത്രീ ഒരു പുരുഷൻ അവർ തമ്മിലുള്ള ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്ന ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഇതിൽ അവർക്കൊരു കുട്ടിയുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഹസ്ബൻഡ് മരിച്ചുപോയി, ഹസ്ബൻഡ് ഇൻ ദ സെൻസ് ആ ഒരു പുരുഷൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തെങ്കിലും ക്ലെയിം കൊണ്ടുവരാൻ പറ്റും? ആ കൂടെയുള്ള മറ്റേ പാർട്ട്ണർക്ക് ക്ലെയിം ഇല്ല. ഇല്ല, ക്ലെയിം ഇല്ല. കുട്ടിക്ക് ഓൾവേസ് ക്ലെയിം ഉണ്ട്. ഓക്കെ. കാരണം റിലേഷൻഷിപ്പ് മാത്രമേ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൂ, കുട്ടി ലെജിറ്റിമേറ്റാണ്. ഓക്കെ. കുട്ടിക്ക് എപ്പോഴും ക്ലെയിം ഉണ്ട്. ഓക്കെ. പക്ഷേങ്കിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന സോ കോൾഡ് റിലേഷൻഷിപ്പ് വന്നിട്ട് അതിനൊരു കോൺട്രാക്റ്റ് ഇല്ല. മാരേജ് ഈസ് എ കോൺട്രാക്റ്റ്. അപ്പോൾ എന്താ വേണ്ടത്? ഐഡിയലി വന്ന് നിങ്ങൾ മാരേജ് രജിസ്റ്റർ നടത്തിയില്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഇല്ലെങ്കിലും എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വില്ലെങ്കിലും എഴുതാം. വില്ല് എനിക്ക് ആരുടെ പേരിലും എഴുതാം അല്ലേ? ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും എനിക്ക് മറ്റേ ആ പാർട്ട്ണറുടെ പേരിൽ വില്ല് എഴുതാം. കാരണം പലപ്പോഴും കാണുന്നത് ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ദേ സ്റ്റേ ഇൻ എ വൺ പർട്ടിക്കുലർ റൂഫ്. ആ റൂഫിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ചിലപ്പോൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും. കറക്റ്റ്. 50%. ഒരു വ്യക്തി മരിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ക്ലെയിം വരുന്ന ആളുടെ ഇൻലോസ് ആണ്, ആ റിലേഷൻഷിപ്പിലാണ് വരുന്നത് അല്ലേ? പക്ഷേ ഈ പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഫാമിലി തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആ റിലേഷൻഷിപ്പിനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ലീഗൽ ഡിസ്പ്യൂട്ടിലേക്ക് പോകും. കാരണം ഇയാളുടെയും 50% ഈ പ്രോപ്പർട്ടിയിൽ സക്കാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഇവർ 50-50 ആയിട്ട് ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, അതിൽ അവർ EMI എല്ലാം അവർ 50% അടയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്ലെയിം, ഇപ്പോൾ ഇൻ കേസ് ദേ ആർ സെപ്പറേറ്റഡ്, ഈ ഒരു ക്ലെയിം അല്ലെങ്കിൽ ഇയാൾ മരിച്ചുപോയി, ഫോർഗെറ്റ് അബൌട്ട് സെപ്പറേഷൻ, മരിച്ചുപോയെങ്കിൽ ഇവരുടെ ഒരു ക്ലെയിം എത്ര ഇരിക്കും? ഇവർ 100% ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല, ആളുടെ 50% മാത്രമേ ക്ലെയിം ഉള്ളൂ.
ഓക്കെ. അവരുടെ 50% ക്ലെയിം 100% ഒരിക്കലും ക്ലെയിം ഇല്ല. ജോയിൻറ്റ് ഓണർഷിപ്പിൽ ക്ലെയിം വരുന്നത് എപ്പോഴും ഓൺലി 50% ആണ്. മേ ബി നമ്മൾ പല തറവാട് വീടുകളിലും സ്ഥലത്തിന് നമ്മുടെ ഈ ലാൻഡ് പാർസലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഒരാളുടെ കൃത്യം ഐഡൻറ്റിഫൈഡ് ഷെയർ ഇല്ലല്ലോ. 50 സെൻറ്റ് സ്ഥലത്ത് വന്നിട്ട് ചിലപ്പം 5 ഓണർ ഉണ്ടാവും, റൈറ്റ് അല്ലേ? 5 ഓണറും ഒപ്പിടുന്നത് ടെക്നിക്കലി അൺഡിവൈഡഡ് ഷെയർ പോലെയാണ് ഒപ്പിടുന്നത്. എൻ്റെ പോർഷനല്ല ഞാൻ ഒപ്പിടുന്നത്. കൺസിഡർ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യും, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ റേഷ്യോ ഉണ്ടാവായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ ആക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് അതിനേക്കാൾ കൂടുതൽ ശരിക്കും ഡോക്യുമെൻറ്റേഷനാണ് ഇപ്പോൾ പ്രാധാന്യം എന്നുള്ള രീതിയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത്? വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണല്ലോ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പം റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഡോക്യുമെൻ്റ് ആക്കുന്നത്. ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും വേണം. പലപ്പോഴും ഫാദർ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കൾപ്രേറ്റ് ഫാദറാണ്. ഇന്നലെയും കൂടി ഒരു ക്ലൈൻറ്റ് കോയമ്പത്തൂരിൽ നിന്ന് വന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫാദറിനോട് ഇതെങ്ങനെ പറയും, ആരെങ്കിലും ബില്ല് എഴുതേണ്ട കാര്യം ഇത് അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുക ഇതെന്തിനാണ് ആവശ്യം? അല്ല, ഇദ്ദേഹം പറയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു ക്ലാരിറ്റി ഇല്ല, ഈ ബ്രദേഴ്സ് തമ്മിൽ അത്രയും നല്ല കമ്മ്യൂണിക്കേഷനിലല്ല ഉള്ളത്. അപ്പോൾ പറയേണ്ട ആൾ പറയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ടോക്കിംഗ് ടേംസിലേ ഇല്ലാതെ 2 സിബ്ലിങ്സ് ഇതെങ്ങനെ ഷെയർ ചെയ്യും? റൈറ്റ്, അതല്ലേ ബുദ്ധിമുട്ട്. ആദ്യം നമ്മളൊരു ടോക്കിംഗ് ടേംസ് വേണ്ടേ? ഇവർ തമ്മിൽ ടോക്കിംഗ് ടേംസ് ഇല്ലാതെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഷെയർ ചെയ്യണമല്ലോ. ആ ഷെയർ ചെയ്യുമ്പോൾ ഇവരുടെ റിഫ്റ്റൊക്കെ, ഇവരുടെ ആ ഗ്യാപ്പൊക്കെ വന്നിട്ട് പിന്നീട് ഒരു ഫൈറ്റ് ആവുന്നതും ഒരു ഡിബേറ്റ് ആകുന്നതൊക്കെ വന്നിട്ട് ഈ ഷെയർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. കുറേ കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന പല റിഫ്റ്റും വന്നിട്ട് ഇവർ തീർക്കുന്നത് ഈ ഷെയറിലാണ്. ഒരു ചാൻസ് കിട്ടണ്ടേ? ആ ചാൻസ് കൊടുക്കുന്ന ആരാണ്? ഫാദറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഞാൻ എപ്പോഴും വേറൊരു കോണ്ടെക്സ്റ്റിൽ വളരെ നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഫാദറാണ് കൾപ്രിട്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റഡ് പാർട്ടി എന്നത് വൈഫാണ് മോസ്റ്റ് എഫക്റ്റഡ് പാർട്ടി. ഈ ബ്രദേഴ്സ് തമ്മിൽ ഫൈറ്റ്, സിബ്ലിങ്സ് തമ്മിൽ ഫൈറ്റ് എന്ന് പറയുമ്പം ഇത് കണ്ടു നിൽക്കുന്നത് അമ്മയാണ്. കറക്റ്റ്. അമ്മയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 40-42 വയസ്സുള്ള കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് കണ്ടുനിൽക്കാൻ പറ്റുക? മാനേജ് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. 22-21 വയസ്സിലും കൂടി നമുക്ക് പറയാം, ദേ വിൽ ലിസൺ. ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നതും കേട്ടുവരുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അമ്മയുടെ ഗോൾഡ് അത് മകൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ അച്ഛൻ, അമ്മ, 2-3 സിബ്ലിങ്സ് ഉണ്ടാവും, കുട്ടികൾ. അതിൽ ഒരാൾ മകളാണെങ്കിൽ അമ്മയുടെ ഗോൾഡ് കംപ്ലീറ്റ് മകൾക്കാണ് എന്നുള്ളൊരു വിശ്വാസം. അത് ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിച്ചതിന് ശേഷം വാങ്ങിയ ഗോൾഡാകാം, അതല്ലെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് കിട്ടിയ ഗോൾഡാവാം, അതല്ലെങ്കിൽ ഈ മകനോ മറ്റാരെങ്കിലും അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തോ വാങ്ങിച്ചു കൊടുത്തതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു കോൺസെപ്റ്റ് നിൽക്കുന്ന അമ്മയുടെ ഗോൾഡാണല്ലോ അത് മകൾക്ക് അവകാശപ്പെട്ടാണ്. അങ്ങനെ ആക്ച്വലി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അതൊക്കെ, അല്ലേ? ഈ മകള് അമ്മയുടെ കൂടെ അല്ല, അതെ അല്ലേ? അമ്മയുടെ കൂടെ ആരുള്ളത്? മകനായിരിക്കും, മകൻ്റെ ഭാര്യ ആയിരിക്കും, അല്ലേ? ആർക്കാണ് ഗോൾഡിന് ആക്സസ് ഉള്ളത്, അല്ലേ? ഫിസിക്കൽ ആക്സസ് ആർക്കാണുള്ളത്? ഇമ്മീഡിയറ്റ്ലി അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ആദ്യത്തെ ഫിസിക്കൽ ആക്സസ് ഉള്ളത്? മകനായിരിക്കും, അല്ലേ? ഇതിന് ആണെങ്കിൽ കൗണ്ടും ഇല്ല. എവിടെയെങ്കിലും ഡോക്യുമെൻറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് ഇത്ര ഗോൾഡ് ഉണ്ടെന്ന്? ഇല്ല. അപ്പോൾ പ്രാക്ടിക്കലി അത് കൊടുക്കാത്തിടത്തോളം, ഒരിക്കലും ബില്ലിൽ വരാത്തിടത്തോളം, എവിടെയെങ്കിലും അത് പ്രോപ്പറായിട്ട് ടാഗ് ചെയ്യാത്തിടത്തോളം ഒരിക്കലും തന്നെ അത് ട്രാൻസ്ഫർ നടക്കില്ല. പലപ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റാണ് നടക്കാറ്. ഇപ്പോൾ ഇതേ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ. ഇപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർക്ക് എല്ലാവർക്കും പ്രോപ്പർട്ടി അസറ്റ്സ് എല്ലാം അലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ബ്രദേഴ്സ് അവർക്ക് എന്തെങ്കിലും ഒരു കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഇമോഷൻ്റെ പേരിൽ സിസ്റ്ററുടെ നിന്ന് പ്രോപ്പർട്ടി എഴുതി വാങ്ങുക, അല്ലെങ്കിൽ കൂടുതലും അങ്ങനെയാണല്ലോ, ഇമോഷൻ്റെ മുകളിൽ എഴുതി വാങ്ങുക. പക്ഷെ പിന്നീടാണ് ഈ സിസ്റ്റർ അറിയുന്നത് ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സിനാരിയോയിൽ ഇത് റീക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ? ഒന്നുമില്ല. അതാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ കാണുന്ന പലപ്പോഴും നമുക്കൊരു ഒറിജിനലി ഉള്ള എല്ലാവരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ തറവാടും ആ വീടും എല്ലാം ആൺകുട്ടികൾക്കാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്. 2005 ശേഷമാണ് നമ്മുടെ സക്സഷൻ ആക്ടിൽ, ഹിന്ദു സക്സഷൻ ആക്ടിൽ വന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വൽ ആണെന്നുള്ള ഒരു പാരിറ്റി വരുന്നത്. എല്ലാവരും ഈക്വൽ ആണെന്ന് 2005 ആക്ടിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഒരു 1980s തലമുറകളായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണ് കൂടുതൽ, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണയുള്ളൂ. അപ്പോൾ ഈ പലപ്പോഴും ഈ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ
ഈ ബന്ധം കൊണ്ടും വീട്ടിൽ പോകേണ്ടത് കൊണ്ടും പലപ്പോഴും ഈ ആങ്ങളമാർക്കും ഈ ചേട്ടന്മാരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ ആ വീട്ടിൽ നിന്ന് നമ്മളുടെ ഇത് കൊടുക്കുന്നത്. വല്ല 5000 രൂപയോ 10000 രൂപയോ. എപ്പോഴും നമ്മൾ കോമൺ ആയി കാണുന്നത് ഇതേ പറഞ്ഞ പോലെ തന്നെ കടമുണ്ട്, ആ കടത്തിന് വന്നിട്ട് ഇത് ഞാൻ ലോൺ എടുക്കണം, പ്രോപ്പർട്ടി വെക്കണം, എന്തിൻ്റെ പേര് കിട്ടിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പല കഥകളിലാണ് ഇവർ ഒപ്പിട്ട് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ അത് കൊടുത്തതിന് ശേഷം പിന്നെ കഴിഞ്ഞു. ഞാനെപ്പോഴും പറയും, എസ്പെഷ്യലി നമ്മുടെ ബ്രദറും സിസ്റ്റേഴ്സും, ബ്രദർ സിസ്റ്റർ, അച്ഛൻ അമ്മ, ആഫ്റ്റർ മാരേജ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒപ്പിനൊരു വിലയുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒപ്പ് വാങ്ങിക്കുന്നത്. മാരേജിന് ശേഷം ഫാദർ, മദർ, അച്ഛൻ, അല്ല ചേട്ടൻ, അനിയൻ, ഇവരാരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സിഗ്നേച്ചർ വാങ്ങുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫ്രം എ ലേഡീസ് പോയിൻ്റ് ഓഫ് വ്യൂ, ആ ഒപ്പിന് എന്തോ ഒരു വിലയുണ്ട്. ആ ഒപ്പിൽ കൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് വേറെ പലതുമാണ്. പിന്നീട് നമുക്ക് നമ്മുടെ ഒപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അവർക്ക്. അതുകൊണ്ട് തന്നെ വെനെവർ യു സൈൻ സംതിങ്, once you after a marriage you anything you sign for your parents, for your siblings, you need to be extremely careful. ഇപ്പോൾ ഈ സക്സഷൻ പ്ലാനിങ്ങിലൂടെ ഇപ്പോൾ ആസ് എൻ എക്സ്പേർട്ട് സക്സഷൻ സ്ട്രാറ്റജിസ്റ്റ്, ഈ സക്സഷൻ പ്ലാനിങ്ങിൽ പൊതുവെ ഇന്ത്യൻ ഫാമിലീസിൽ കണ്ടുവരുന്ന ചില മിസ്റ്റേക്സ് എന്താണ്? മിസ്റ്റേക്സ് കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ്സ് എ വെരി ബാഡ് കമ്മ്യൂണിക്കേഷൻ. ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. ആ ട്രാൻസ്പെറൻസി ഇപ്പോഴും ഇല്ല. പിന്നെ ഒന്ന്, ഇവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ ഒരു നീഡോ റിക്വയർമെൻറ്റോ അറിയില്ല. നമ്മൾ എത്രയോ സെഷൻസ് നടത്തുന്നു, എത്രയോ അവയർനെസ് നടത്തുന്നു. അത്രയും പേര് എന്നോട് വന്ന് പറയാറുണ്ട്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റെലവൻ്റ് ആണ്, ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, കഥ കേട്ടിട്ട് പോകും. എത്രയോ പേര് ട്രസ്റ്റിൻ്റെ പറ്റിയും ബില്ലിനെ കുറിച്ചൊക്കെ കഥ കേട്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുന്നു ഓക്കെ ഫൈനലി ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോഴും അവരൊന്നും ചെയ്യില്ല. അവരുടെ എന്തെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ ഒരു ഇൻസിഡൻറ്റോ സംഭവിക്കാനാണ് അപ്പോൾ വിളിച്ചു പറയാം, നമുക്ക് നാളെ തന്നെ ചെയ്യണം കേട്ടോ. ഈ നാളെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് എടുത്തു കഴിഞ്ഞാലും അന്നത്തെ ഇൻസിഡൻറ്റ് കഴിഞ്ഞല്ലോ, ഓക്കെ, നോർമലായി. പിന്നീട് അവർ മറന്നു പോകും. കാരണം ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഷുറൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് സക്സഷൻ പ്ലാനിങ്. എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം കഴിഞ്ഞാൽ വന്നിട്ട് ഇതൊരു മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യും. അസ്യൂം ഒരു വ്യക്തി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 2-3 പ്രത്യേകതയുണ്ട്. കൂടുതൽ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ഓക്കെ, കാരണം സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റും കണ്ട് ഈ മറ്റേ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെയും നമ്മൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ഇൻറ്റ്യൂഷനിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ചെയ്യുക. 90% ആൾക്കാരുടെയും വൈഫിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. ഷെയർ ഇയാൾ മാത്രം കൊണ്ടു നടക്കുന്ന പോർട്ട്ഫോളിയോ ആയിരിക്കും. 10-15 കമ്പനിയുടെ ഷെയറിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ കമ്പനി എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ ഗ്രോത്ത് എന്താണ്, ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഇയാളുടെ ഡിമാറ്റ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഇമാജിൻ ഇദ്ദേഹം മരിക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ഇല്ല, വൈഫ് വരുന്നു പിക്ചറിൽ, അല്ല ആൾക്ക് വരുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലെ ആക്സസ് ആണ് അല്ലേ. ആളെ സംബന്ധിച്ചിടത്തോളം ഈ 15 കമ്പനിയുടെ ഷെയർ എന്താണെന്ന് തന്നെ ആൾക്കറിയില്ല. എല്ലാം ആൾക്ക് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസാണ്. ആളെന്താ പറയുക, ഈ കമ്പനിയുടെ 100 ഷെയർ ഉണ്ട്, ഈ കമ്പനിയുടെ 50 ഷെയർ ഉണ്ട്, ഇതിൻ്റെ ഷെയർ ഉണ്ട്. ആൾ ഇമ്മീഡിയറ്റ്ലി അത് ഡിസ്പോസ് ചെയ്യും. കാരണം ഇയാൾ പോയ പ്രോസസ്സ് വൈഫിനറിയാമല്ലോ. അപ്പോൾ എസ്പെഷ്യലി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും അവരുടെ അൺക്ലെയിംഡ് ഷെയർ അത്രയുണ്ട്, അൺക്ലെയിംഡ് ഡിവിഡൻഡ് അത്രയുണ്ട്, അൺക്ലെയിംഡ് മ്യൂച്വൽ ഫണ്ട് അത്രയുണ്ട്. ഇതെന്തൊക്കെ അൺക്ലെയിംഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നല്ലാതെ ഈ ഷെയറൊക്കെ എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറയണ്ടേ, ഇല്ലെങ്കിൽ വൈഫിന് എന്താണ്, ഇതൊക്കെ വെറും നമ്പർ ഓഫ് ഷെയർസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. സീരിയസ്ലി സക്സഷൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു സിംഗിൾ തമ്പ് റൂൾ എന്തായിരിക്കും? ഒന്ന്, നമ്മുടെ കയ്യിലുള്ള അസറ്റ്സ് എന്താണെന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഫണ്ടമെൻ്റൽ. ഓക്കെ, ഓരോ വ്യക്തിക്കും അവരവരുടെ ചെറുതാണെങ്കിലും ചെറിയ ഒരു നെറ്റ്വർത്ത് ബാലൻസ് ഷീറ്റ് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് എനിക്കുള്ളത്, ഇത്രയാണ് എൻ്റെ ഇൻടാഞ്ചിബിൾ, ഇന്നെന്ന റൈറ്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്, ഇന്നെന്ന ഇൻടാഞ്ചിബിളും ഡിജിറ്റൽ അസറ്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്, ഇന്നെന്ന ലയബിലിറ്റിയും ബാധ്യതകളാണ് എൻ്റെ ഉള്ളത്. ഇത് എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ്, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്
മക്കൾക്ക് 21-22 വയസ്സാകുന്ന സമയത്ത് തന്നെ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അത് പീരിയോഡിക്കലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പറയണം. എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ സക്സഷൻ എന്ന് പറഞ്ഞ സംഭവത്തിനെ നമ്മൾ റീവിസിറ്റ് ചെയ്യണം. കാരണം ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മൾ കുടുംബത്തിനെ കാണുന്നതും കുടുംബം നമ്മളെ കാണുന്നതും വേറെ രീതിയിലാണ്. എവറി 5 ഇയർ യു ഹാവ് ടു റീവിസിറ്റ്. അപ്പം വില്ല് എഴുതണമെങ്കിൽ മാറ്റി എഴുതണം. ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എസ്പെഷ്യലി നമുക്ക് പെൺകുട്ടികൾ, സ്പെഷ്യൽ ഏബിൾഡ് ചൈൽഡ്, മൈനർ ചിൽഡ്രൻ, കുട്ടികളില്ലാത്തവർ, സിംഗിൾ പാരൻറ്റ്, അങ്ങനെയുള്ള കോംപ്ലക്സ് വരുന്ന സിറ്റുവേഷൻസിലൊക്കെ വന്നിട്ട് നമ്മൾ ഒരു അത്യാവശ്യം യു ഹാവ് എ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ട്രസ്റ്റ് എന്നുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും കൂടി നിങ്ങൾ ആലോചിക്കണം. 50 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും വില്ലെഴുതണം. അവരുടെ വൈഫും വില്ലെഴുതണം, മാൻഡേറ്ററി ആയിട്ട്. ഓക്കെ. ഇനി നമുക്ക് എന്താണോ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ വാല്യൂസ് എന്താണോ പറയാനുള്ളത്, അതിനെ ഡോക്യുമെൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി, ഇതൊരു കാറിന് ബ്രേക്ക് പോലെയാണ് ലൈഫ്. അല്ല, ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? കാർ ആക്സിഡൻ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. എത്ര കാർ ആക്സിഡൻ്റ് ആവുന്നുണ്ട്? ഈ മൊത്തം എത്ര കാർ റോഡിൽ പോകുന്നുണ്ട്, അതിൽ എത്ര കാർ ആക്സിഡൻ്റ് ആവുന്നുണ്ട്? പക്ഷേ എല്ലാ കാറും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. താങ്ക് യു സാർ. സാറിൻ്റെ ഈ ഒരു വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഈ സെഷൻ കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു ഐ ഓപ്പണറായി മാറും. അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.